നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നതിനേക്കാൾ കൂടുതലെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് വാക്കുകൾ വളരെ ഇതുവരെ വന്ന് അവിടെ നിൽക്കണ ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് കുറച്ചൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ സിനിമകളെക്കുറിച്ചും അതുപോലെ ഫൈസൽ സാറിൻ്റെ ക്ലാസ്, ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, മദ്യപാനം, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പിന്നെ ബാറിൽ ജോലി ചെയ്ത ഒരാൾ മദ്യം ടേസ്റ്റ് പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവനവൻ്റെ ഒരു മനസ്സിൻ്റെ ശക്തി തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ അനുഭവങ്ങളിൽ. ഞാൻ ഗൾഫിൽ പോയി ഒരു റൂമിൽ ചെന്നപ്പോൾ ആ റൂമിൽ അന്ന് നമ്മളെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പണിക്കാർക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 8-10 ആൾക്കാരൊക്കെയാണ് ഒരു റൂമിലുണ്ടാവുക. വൈകുന്നേരം 9 മണി വരെ പണിയെടുത്തതിന് ശേഷം റൂമിൽ ചെല്ലുമ്പോൾ ഓരോ ആൾക്കാരും കട്ടിലിൻ്റെ താഴെന്ന് കുപ്പി എടുത്തിട്ട് ആദ്യം 1-2 പെഗ് അടിച്ചതിന് ശേഷം അവർ മറ്റുള്ള കുളിക്കാൻ പോലും പോകുള്ളൂ. ആ റൂമിൻ്റെ ഇടയിലൊക്കെ 2 കൊല്ലത്തോളം നിന്നിട്ട് ഇതുവരെ ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ ഈ പുകവലീൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് കൂട്ടുകെട്ടുകളിൽ നിന്ന് കൗമാരക്കാരിൽ ആ ഒരു പ്രായത്തിൻ്റെ അനുകരണത്തിൽ നിന്നുണ്ടായതാണ്. കുറച്ചു കാലം പിന്നെ അത് മോശമാണ് എന്നുള്ളൊരു സ്വന്തം ചിന്തിക്കാനുള്ളൊരു ബോധ്യം വന്നപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ സിഗരറ്റും ഞാൻ വലിക്കലില്ല. അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കേൾക്കാനും ഓരോരുത്തരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് ഇവിടെ പറഞ്ഞത് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്ക് ഇനിയും ഞാൻ ഇതുപോലെ വന്ന് ക്ലാസ്സുകളിൽ പങ്കെടുത്ത് നമ്മളെ കഴിവിനെ ഒന്നുകൂടി ഉഷാറാക്കി കൊണ്ടുവരാൻ വളരെ ആഗ്രഹിക്കുന്നു.